നമസ്കാരം. പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴ തുടരുന്ന ഡൽഹിയിൽ സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ബേസ്മെന്റിൽ വെള്ളം കയറി ഉണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും. അപകടത്തിൽ എറണാകുളം സ്വദേശി നവീൻ ഡാൽവിൻ മരിച്ചെന്ന് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപകടത്തിൽ ഒരു പെൺകുട്ടിയടക്കം 3 പേരാണ് മരിച്ചത്. അതേസമയം ദുരന്തവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കടുത്ത വിദ്യാർത്ഥി പ്രതിഷേധം അരങ്ങേറുകയാണ്. ദുരന്തത്തിന് കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് കോച്ചിംഗ് സെന്ററിലേക്ക് മാർച്ച് നടത്താനുള്ള വിദ്യാർത്ഥികളുടെ ശ്രമം പോലീസ് തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയാണ്. പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. കനത്ത മഴ തുടർന്ന ഡൽഹിയിൽ സിവിൽ സർവീസ് അക്കാദമി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ബേസ്മെന്റിൽ വെള്ളം കയറിയാണ് അപകടമുണ്ടായത്. ബേസ്മെന്റിൽ കുടുങ്ങിക്കിടന്ന 14 പേരെ രക്ഷപ്പെടുത്തി. ദേശീയ ദുരന്ത നിവാരണ സേനയും ഡൽഹി ഫയർഫോഴ്സുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പടിഞ്ഞാറൻ ഡൽഹിയിലെ രാജേന്ദ്ര നഗറിൽ റാവു IAS സ്റ്റഡി സർക്കിൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ വെള്ളം കയറിയത്. കനത്ത മഴയിൽ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. ബേസ്മെന്റിലെ ലൈബ്രറിയിലിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ തിരക്കുകൂട്ടിയ വിദ്യാർത്ഥികൾ വെള്ളക്കെട്ടിൽ വീണുവെന്നാണ് കരുതുന്നത്. 2 ദിവസമായി ഡൽഹിയിൽ കനത്ത മഴയാണ്. അതിനാൽ തന്നെ കെട്ടിടത്തിന്റെ പരിസരമെല്ലാം വെള്ളക്കെട്ടിലാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി മന്ത്രി അതിഷി മർലേന ഉത്തരവിട്ടു. സെക്രട്ടേറിയറ്റിന് സമീപം വഞ്ചിയൂരിൽ സ്ത്രീക്ക് നേരെ വെടിവയ്പ്. എയർഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ വള്ളക്കടവ് സ്വദേശി ഷൈനിക്ക് പരിക്കേറ്റു. മുഖം മൂടി ധരിച്ചെത്തിയ സ്ത്രീയാണ് വെടിവെച്ചതെന്ന് ഷൈനി പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നത്. വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് സമീപം ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. NRHMലാണ് ഷൈനി ജോലി ചെയ്യുന്നത്. രാവിലെ മുഖം മറച്ച സ്ത്രീ ഷൈനിയുടെ വീട്ടിലെത്തി. താൻ ആമസോണിൽ നിന്നാണെന്നും കൊറിയർ നൽകാൻ വന്നതാണെന്നും പറഞ്ഞു. ഷൈനിയുടെ ഭർത്താവിന്റെ അച്ഛനായിരുന്നു പാഴ്സൽ വാങ്ങാൻ വന്നത്. എന്നാൽ ഷൈനിക്ക് നേരിട്ട് മാത്രമേ പാഴ്സൽ കൊടുക്കുകയുള്ളൂ എന്ന് യുവതി വ്യക്തമാക്കി. തുടർന്ന് ഷൈനി എത്തിയപ്പോൾ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയും ചെയ്തെന്നാണ് ഷൈനിയുടെ മൊഴി. യുവതിയുടെ വലതുകൈക്കാണ് പരിക്കേറ്റത്. ഷൈനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമിയെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുഖം മറയ്ക്കുകയും കയ്യിൽ ഗ്ലൗസ് ധരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അക്രമി ബൈക്കിലാണ് എത്തിയതെന്നാണ് സൂചന. ജോലി സ്ഥലത്തുണ്ടായ എന്തെങ്കിലും തർക്കമോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ആയിരിക്കാം ആക്രമണത്തിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. നഗരമധ്യത്തിൽ പട്ടാപ്പകലുണ്ടായ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് നഗരവാസികൾ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സ്കൂൾ ബസ്സിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു. സംഭവത്തിൽ ബസ്സിലെ കണ്ടക്ടർ 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം പോക്സോ കോടതി ജഡ്ജി MP ഷിബുവാണ് 58 വയസ്സുകാരനായ പ്രതിക്ക് ശിക്ഷ നൽകിയത്. 2017ലാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയം ബസിന്റെ ഫുട്ബോളിൽ നിൽക്കുകയായിരുന്നു. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. പീഡന വിവരം കുട്ടി വീട്ടിലും തുടർന്ന് സ്കൂൾ അധികാരികളെയും അറിയിച്ചെങ്കിലും പ്രതി ബന്ധുവാണെന്ന കാരണത്താൽ പ്രിൻസിപ്പൽ നടപടിയെടുത്തില്ല. തുടർന്ന് സ്കൂളിൽ പോകാൻ വൈമനസ്സും പ്രകടിപ്പിച്ച കുട്ടിയെ രക്ഷിതാക്കൾ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി. സ്കൂൾ കൗൺസിലർ കുട്ടികളെ ബാഡ് ടച്ചിനെ കുറിച്ചും ഗുഡ് ടച്ചിനെ കുറിച്ചും ബോധവൽക്കരിക്കുന്ന സമയത്ത് കുട്ടി തനിക്ക് മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ ബസ്സിനുള്ളിൽ വെച്ചുണ്ടായ മോശമായ അനുഭവം വെളിപ്പെടുത്തി. സ്കൂൾ അധികൃതരാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത്. എന്നാൽ സംഭവം നടന്ന ബസ് സംഭവത്തിന് ശേഷം നിർമ്മിച്ച് നിരത്തിലിറക്കിയതാണെന്ന് പോലീസിനെ പ്രിൻസിപ്പൽ തെറ്റിദ്ധരിപ്പിച്ചു. ഇതോടെ കേസിൽ പ്രോസിക്യൂഷൻ തുടരന്വേഷണം ആവശ്യപ്പെട്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്കൂൾ അധികൃതർ ബസ് ആക്രി കച്ചവടക്കാരന് വിറ്റെന്നും ബസ് പൊളിച്ചതായും മനസ്സിലാക്കി. പ്രിൻസിപ്പൽ ബോധപൂർവം കേസ് അട്ടിമറിച്ചതാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഈ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. കോടതിയിലും കൂറുമാറിയ പ്രിൻസിപ്പൽ പ്രതിക്ക് അനുകൂലമായി മൊഴി നൽകിയിരുന്നു. 1.5 മാസം മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ച് ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പുതുക്കാട് വടക്കേത്തറവ് പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ അനഘയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെയോടെ മരിച്ചത്. രഹസ്യമായി യുവതിയുടെ രജിസ്റ്റർ വിവാഹം ചെയ്ത യുവാവ് വിവാഹമോചനത്തിന് നിർബന്ധിച്ചതാണ് യുവതി ജീവനൊടുക്കാൻ കാരണമായതെന്നാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി. അനഘയുടെ ബന്ധുക്കളുടെ പരാതിയിൽ സമീപവാസിയായ പുളിക്കൽ ആനന്ദിന്റെയും അമ്മയുടെയും പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു.
ആനന്ദ് 6 മാസം മുൻപാണ് അനഘയെ രഹസ്യമായി രജിസ്റ്റർ വിവാഹം ചെയ്തത്. നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരുടെയും രഹസ്യ വിവാഹം. ഇതറിയാതെ വീട്ടുകാർ ഇവർ തമ്മിൽ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു. എന്നാൽ വിവാഹ നിശ്ചയത്തെ തുടർന്ന് അനഘയോടുള്ള ആനന്ദിന്റെ പെരുമാറ്റം മോശമായി തുടങ്ങിയെന്നും ആനന്ദും അമ്മയും സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നെന്നുമാണ് ആരോപണം. ബിരുദാനന്തര ബിരുദധാരിയാണ് അനഘ. PhD ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതി. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി കിട്ടിയ അനഘയെ ആനന്ദ് ജോലിക്ക് പോകാൻ അനുവദിച്ചില്ലെന്നും വ്യക്തമാക്കുന്നു. ആത്മഹത്യാ ശ്രമത്തിനു പിന്നാലെ രജിസ്റ്റർ വിവാഹത്തിന്റെ വിവരം അറിഞ്ഞ കുടുംബം ആനന്ദിന്റെ പേരിൽ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പരാതിയിൽ നേരത്തെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും യുവതിയുടെ മരണത്തോടെ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നും പുതുക്കാട് പോലീസ് SHO V സജികുമാർ വ്യക്തമാക്കി. താരങ്ങളുടെ പ്രതിഫല വർധനയും OTT വിപണിയിലെ അനിശ്ചിതത്വവും കാരണം മലയാളത്തിൽ സിനിമാ നിർമ്മാണം കുറയുന്നു. ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്യുന്ന സിനിമകളുടെ എണ്ണം കഴിഞ്ഞ 1 മാസത്തിനിടെ പകുതിയായി. നിർമ്മാണത്തിന് മുന്നോടിയായി സിനിമകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ മാസം 11 സിനിമകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. സാധാരണ 20-ലധികം സിനിമകൾ 1 മാസം രജിസ്ട്രേഷൻ എത്താറുണ്ടെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ പറയുന്നത്. സാമ്പത്തിക ഇടപാടുകാരുടെ പിന്മാറ്റവും പുതിയ സിനിമകൾ കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. നിർമ്മാതാക്കൾക്ക് നൽകിയ തുക തിരികെ കിട്ടാൻ പലർക്കും കോടതിയെയും പോലീസിനെയും സമീപിക്കേണ്ടി വന്നതോടെയാണ് സിനിമയിൽ പണമിറക്കിയിരുന്ന വിദേശ മലയാളികൾ പിൻവാങ്ങിയത്. എന്നാൽ എണ്ണം കുറയുന്നത് സിനിമയ്ക്ക് ഗുണകരമാകുന്നെന്ന നിലപാടിലാണ് ഫിലിം ചേംബർ. സിനിമാ നിർമ്മാണത്തിലെ കുത്തൊഴുക്ക് നിലച്ചാൽ നഷ്ടം വലിയ തോതിൽ കുറയുമെന്നും നല്ല സിനിമകൾക്ക് വിജയിക്കാനുള്ള വഴിയൊരുങ്ങുമെന്നുമാണ് ചേംബറിന്റെ നിലപാട്. എണ്ണം കൂടുന്നതനുസരിച്ച് സിനിമകൾ വിജയിക്കുന്നില്ല. കഴിഞ്ഞ വർഷം 219 സിനിമകൾ ഇറങ്ങിയതിൽ 10-ൽ താഴെ മാത്രമാണ് വിജയിച്ചത്. ഒരു സിനിമയ്ക്ക് 5 കോടി നഷ്ടം കണക്കുകൂട്ടിയാൽ കഴിഞ്ഞ വർഷം 1000 കോടിയാണ് നഷ്ടം. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് വ്യക്തമാക്കി. കഴിഞ്ഞ 2 മാസത്തിനിടെ ഒരു സൂപ്പർ ഹിറ്റ് പോലും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒരുപാട് സിനിമകൾ ഒന്നിച്ചെത്തുന്നത് മൂലം തിയേറ്ററുകളും പ്രതിസന്ധിയിലാണ്. സിനിമകൾ വിജയിക്കാത്തത് മൂലം പല തിയേറ്ററുകൾക്കും വൈദ്യുതി ചാർജ് അടയ്ക്കാൻ പോലും ആകുന്നില്ല. എണ്ണത്തിലുണ്ടാകുന്ന കുറവ് തങ്ങൾക്കും അനുകൂലമെന്നാണ് തിയേറ്റർ ഉടമകളും പറയുന്നത്. ഇനി തിയേറ്റർ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് നല്ല ഉള്ളടക്കമുള്ള നല്ല സിനിമകൾ മാത്രം നിർമ്മിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകണമെന്നാണ് പ്രതീക്ഷ. തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്സിന്റെ വൈസ് പ്രസിഡന്റ് സോണി തോമസ് വ്യക്തമാക്കിയത് ഇങ്ങനെ: അർജുനെ കണ്ടെത്താൻ ശിരൂരിലെത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഇന്നും തിരച്ചിൽ തുടരുകയാണ്. അർജുൻ അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇന്നും തിരച്ചിലിന് ഇറങ്ങുമെന്നാണ് സംഘം രാവിലെ അറിയിച്ചത്. ഞായറാഴ്ചത്തെ ദൗത്യത്തിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നദിയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് മാൽപേ വ്യക്തമാക്കി. വലിയ പാറയും മരങ്ങളും അടിത്തട്ടിലുള്ളത്. മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. ലോറി ഉണ്ടെന്ന് കരുതുന്ന 3ാമത്തെ പോയിലിൽ വലിയ തടിയും വൈദ്യുതി കമ്പിയുമുണ്ട്. ഇതെല്ലാം ഇന്ന് നീക്കം ചെയ്യും. വെള്ളത്തിനടിയിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. കണ്ണിൽ വെളിച്ചമടിച്ച അവസ്ഥയാണ്. അപകട സാധ്യതയുള്ളതിനാൽ വെള്ളത്തിലിറങ്ങാൻ സൈന്യം ഇന്ന് അനുമതി നൽകിയിട്ടില്ല. എന്നാൽ സ്വന്തം റിസ്കിലാണ് തിരച്ചിലിന് ഇറങ്ങുന്നത് എന്നെഴുതി ഒപ്പിട്ട് കത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറി. തിരച്ചിൽ തുടരുമെന്നും മാൽപേ വ്യക്തമാക്കിയിരുന്നു. മാൽപേയുടെ നേതൃത്വത്തിൽ നദിയുടെ ആഴത്തിൽ സംഘം പരിശോധിച്ചിരുന്നു. എന്നാൽ ആഴത്തിൽ ചെളിയും പാറയും ഉള്ളതും നദിയിലെ കുത്തൊഴുക്കും വില്ലനായി. ഉടുപ്പിക്ക് സമീപം മാൽപേയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപേ സംഘത്തിൽ 8 പേരാണുള്ളത്. വിവിധ ഉപകരണങ്ങളുമായാണ് ശനിയാഴ്ച രാവിലെയോടെ ഇവർ ശിരൂരിലെത്തിയത്. വെള്ളത്തിനടിയിലേക്ക് പോയാൽ കണ്ണ് കാണാൻ കഴിയില്ലാത്തതിനാൽ കൈകൊണ്ട് തൊട്ടു നോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോകഭാഗം ഏതാണെന്നുമൊക്കെ തിരിച്ചറിയുകയെന്ന് ഇവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്താനാകുമെന്നും ഇവർ വ്യക്തമാക്കി. അടിമാലിയിൽ ആദിവാസി യുവതി മരിച്ച നിലയിൽ. 5-ാം മൈൽക്കുടി സ്വദേശി ജലജയാണ് മരിച്ചത്. ശരീരത്തിൽ കുത്തേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും സംഭവം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും പോലീസ് അറിയിച്ചു. ഇവരുടെ ഭർത്താവ് ബാലകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ബാലകൃഷ്ണന്റെ 2ാം ഭാര്യയാണ് ജലജ. ഇയാളുടെ ആദ്യ ഭാര്യയിലെ മകളുമായി ജലജ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. ഇതേ ചൊല്ലിയുണ്ടായ തർക്കമാണോ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റു വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.